ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 380 പോയിന്റിന് അടുപ്പിച്ച് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. നസ്ഡാക്ക് 280 പോയിന്റ്, 287 പോയിന്റ് പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിന്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് തരാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് നെഗറ്റീവ് ന്യൂസുകളൊന്നും വരില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും നല്ലൊരു റാലിക്കുള്ള സാധ്യത ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഡേറ്റ നോക്കുന്നില്ല, ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് ഡേറ്റ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് നേരെ ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡില് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു നമുക്കൊരു ഡോജി വന്നു, അടുത്തൊരു റിവേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡില് വരണം. പക്ഷേ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റം തന്നിരുന്നു. പക്ഷെ വീണ്ടും അവിടെ നിന്നൊരു റിജക്ഷൻ വന്ന് വീണ്ടും ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ, വീണ്ടും ഒരു ഡോജി. ഈ രണ്ട് ക്യാൻഡിലും നോക്കിക്കഴിഞ്ഞാൽ മെനഞ്ഞാന്നത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബുധനാഴ്ചത്തെ ക്യാൻഡിലിൽ നല്ലൊരു ബൈയിങ് പ്രഷർ വന്നു താഴേന്ന്, അല്ലേ? ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴോട്ട് പോയി അവിടെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ വന്നു. ഇന്നലത്തെ ക്യാൻഡില് മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വന്നു. രണ്ടും വന്ന് നിൽക്കുന്നത് 23,000-ലാണ്. അപ്പോൾ 23,000 എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ഫിഗറാണ്. 23,000, 23,000-ന് താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ 23,000-ൽ ബയേഴ്സും സെല്ലേഴ്സും ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ബുധനാഴ്ച താഴോട്ട് പോയ മാർക്കറ്റിനെ 23,000-ന് മുകളിലോട്ട് ബയേഴ്സ് കൊണ്ടുവന്നു. 23,200-ലോട്ട് പോയ മാർക്കറ്റിനെ ഇന്നലെ സെല്ലേഴ്സ് താഴോട്ട് കൊണ്ടുവന്നു. രണ്ടുപേരും ആക്റ്റീവാണ്. നമ്മളിവിടെ ഈ ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും രണ്ടും ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. നമുക്കിവിടെ കൃത്യമായിട്ടൊരു വ്യൂ ഇല്ല. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അതടുത്ത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നോക്കാം. ഇന്ന് മിക്കവാറും ഒരു നല്ലൊരു റാലി പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് മുകളിൽ ക്ലോസിംഗ് വരണം. ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിൽ, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ക്യാൻഡിലിന്റെ മുകളിൽ 23,400 അടുപ്പിച്ചെങ്കിലും ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറയാം. അതായത് ഈ ഒരു ഏരിയക്ക് മുകളിൽ നമ്മുടെ ഒരു ഫിബ് വരച്ചിട്ടുണ്ട്. പ്രീവിയസ് ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ നല്ലൊരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടെന്ന് കരുതാം. ഇപ്പം നിൽക്കുന്ന രണ്ടും ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. പക്ഷെ ഓൾറെഡി അപ് ട്രെൻഡിന്റെ ഒരു സൂചന മാർക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇന്നലെയും മെനഞ്ഞാന്നും കൂടെ ഒരു അപ് ട്രെൻഡിന്റെ സൂചന തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് അത് അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് 75 മിനിറ്റ്സിന്റെ ചാർട്ട് പാറ്റേണിലോട്ട് പോവാം. Sorry. 75 മിനിറ്റ്സിൽ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്ന ഒരു 75 മിനിറ്റ്സിന്റെ സോൺ എന്ന് പറയുന്നത് ഇതായിരുന്നു. 23,249, 23,304. പക്ഷെ ഇന്നലെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ മുകളിലോട്ട് നമ്മളൊരു സോൺ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു 5 മിനിറ്റ്സിന്റെ ഒരു സോൺ ഇന്നലത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു 5 മിനിറ്റ്സിന്റെ ഒരു സോണ് ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഫ്യൂച്ചേഴ്സിൽ ഒരു കോളം തന്നിട്ടുണ്ടായിരുന്നു താഴോട്ട്. ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CPR-ന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ വന്നിട്ട് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ CPR-ൽ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, CPR-ന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി എടുക്കാൻ പറഞ്ഞ് കൃത്യമായിട്ട് CPR-ൽ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ ഈ 75 മിനിറ്റ്സിന്റെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചുള്ളതിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ്സിന്റെ ക്യാൻഡിലും അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിമാൻഡ് സോണ് അവിടെ നിന്ന് മുകളിലോട്ട് കയറി വീണ്ടും ഇവിടെ നിന്ന് മുകളിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു താഴോട്ട് ഈ ഒരു ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോണ് ഇവിടെ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും ഇവിടെ നിന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയി. അടുത്ത ടാർഗറ്റ് ഇതായിരുന്നു. ഇവിടെ നിന്ന് താഴോട്ട് ഫ്യൂച്ചേഴ്സിൽ ഞാൻ ഇന്നലെ കോൾ തന്നിരുന്നു. കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്ന്
പക്ഷെ അവിടെ എനിക്കൊരു ഇത് പറ്റിയെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ടാർഗറ്റ് ഇവിടെ വെച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു, പക്ഷെ മാർക്കറ്റ് തിരിച്ച് വീണ്ടും CPR-ലോട്ട് വന്നു. ഇന്നും നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ 75 മിനിറ്റ്സിലോട്ട് പോകാം. ഓക്കെ, ഈ സോണുകളെല്ലാം ഇന്നലെ പിഎസ്ഡ് ആയിട്ടുണ്ട്, പിഎസ്ഡ് അല്ല ഇൻവാലിഡ് ആയിട്ടുണ്ട്. നമുക്കിനി ആ സോണുകളൊന്നും വേണ്ട. സെവൻറ്റി 75 മിനിറ്റ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്ന ആ ഒരു ലെവൽ തന്നെയാണ് 23,400, 249, 23,304. ഈ ഒരു സോണ് PSD ആവുകയാണെന്നുണ്ടെങ്കിൽ, PSD ഇൻവാലിഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നമുക്ക് 400 23,400 അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഓൾറെഡി വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. നമുക്കൊരു 15 മിനിറ്റ്സിലോട്ട് പോവാം. മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ 5-ാം തീയതി തൊട്ടൊരു ഡൗൺ ട്രെൻഡ് ആണ്. ഇവിടെ നിന്ന് നേരെ ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണ്. ഇതില് ലോവർ ലോ ലോവർ ഹൈ ഫോർമേഷനിലാണ് മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരുന്നത്, ഇല്ലേ? ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ലോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് അവിടെ ഒരു ഈക്വൽ ഹൈ വന്നിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് മുകളിൽ, ഈക്വൽ അല്ല, ഇതിന്റെ തൊട്ട് മുകളിൽ ഒരു ഹയർ ഹൈ വന്നു. ഇത് ബ്രേക്ക്ഔട്ട് ആയി. അത് കഴിഞ്ഞിട്ടൊരു ലോവർ ലോ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹയർ ഹൈ വന്നു. വീണ്ടും ഇന്നലെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ലോവർ ലോയാണ്. നമ്മൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസിൽ കൃത്യമായിട്ട് ട്രെൻഡിനെ കുറിച്ച് പഠിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രെൻഡ് നോക്കുന്നത് നമ്മൾ ഏത് ഇതിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കർവ് കണ്ടുപിടിക്കും. അതായത് ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്നു. ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്നതിനാണ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്നത്. മീഡിയം ടൈം ഫ്രെയിം എന്തിനാണ് ഉപയോഗിക്കുന്നത്? മീഡിയം ടൈം ഫ്രെയിം ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ട്രെൻഡ് എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. സെല്ലിംഗ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഇല്ലേ? നമുക്കിവിടെ ഒരു പിടിയില്ല, 2 ഇൻഡിസിഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ മീഡിയം ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് കിട്ടി? നമുക്ക് അവിടെ നിന്നൊരു അപ് ട്രെൻഡിന്റെ റിവേഴ്സൽ കാണുന്നുണ്ടോ? നമ്മൾ ബെൻഡിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബെൻഡ് വന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ ബെൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ട്രെൻഡ് മാറാൻ സാധ്യതയുണ്ട്. നമുക്കിനി അടുത്ത് ഇന്നത്തെ ദിവസം ഇതിന് മുകളിലൊരു ഹയർ ഹൈ വരണം. ഇതിന് മുകളിലൊരു ഹയർ ഹൈ വന്ന് വീണ്ടും ഇതിന്റെ മുകളിലൊരു ലോവർ ഹൈ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴത്തേക്കും ഇതാണ് ഇതിന്റെ നമുക്ക് ട്രെൻഡ് നോക്കാനുള്ള ഒരു പ്രൈസ് ആക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ സെല്ലേഴ്സിന്റെയും ബയേഴ്സിന്റെയും ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എൻട്രി നോക്കുക. മീഡിയം ടൈം ഫ്രെയിമിൽ പോയിട്ട് ട്രെൻഡ് നോക്കുക. അപ്പം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് മനസ്സിലാവുന്നു. സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസിനകത്ത് ഇത് കൃത്യമായിട്ട് നമ്മൾ 3 വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ പോയി നമ്മുടെ പ്ലേലിസ്റ്റിനകത്തുണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കാം. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം, ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, ഇത് ഇന്നലത്തെ ചാർട്ട്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. CPR-ന് മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു CPR-ൽ 23,67, 23,87 ലെവലിൽ നിന്ന് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാൻ പറഞ്ഞു. 30 പോയിന്റ് താഴെ 23,030, 23,30 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടുന്ന് ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാൻ പറഞ്ഞു. കൃത്യമായിട്ട് നമുക്ക് അവിടെ വന്നിട്ടാണ് മുകളിലോട്ട് പോയത്. ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി. ഇവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അടുത്തിന് ഇവിടെ നിന്ന് റീടെസ്റ്റ് പറഞ്ഞു, ഇല്ലേ? ഇതാ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ആരോട്ട് അടുത്ത ടാർഗറ്റ് ഇതായിരുന്നു 23,309, 23,324. അടുത്ത ടാർഗറ്റ് ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് താഴോട്ട് പറഞ്ഞു. അടുത്ത എൻട്രി നമ്മുടെ ഫീച്ചേഴ്സ് ചാർട്ടിൽ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിരുന്നു ടാർഗറ്റ്. പക്ഷെ ഞാൻ ടാർഗറ്റ് ഇതിന് താഴെയാണ് വെച്ചിരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ വ്യൂ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമെന്നായിരുന്നു എൻ്റെ ഒരു വ്യൂ. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് നേരെ ഒരു സ്ട്രോങ് ക്യാൻഡിലിൽ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ട് തിരിച്ച് CPR-ൽ വന്ന് നിന്നു.
ഇതാണ് ഫ്യൂച്ചേഴ്സിൽ ഇന്നലത്തെ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പം ലെവൽസ് പ്രീ മാർക്കറ്റിൽ പറയുന്ന ലെവൽസ് നോക്കി ഒരിക്കലും നിങ്ങൾ ട്രേഡ് എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ അനലൈസ് കൂടെ നോക്കുക. കൃത്യമായിട്ട് ലെവൽസിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്ന, ഒരിക്കലും ഞാൻ വരച്ച വരയിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നു, ഞാൻ പറയുന്നിടത്ത് മാർക്കറ്റ് നിൽക്കുന്നു എന്ന് ഞാനോ നിങ്ങൾ ഒരിക്കലും പറയരുത്. നമ്മൾ വരയ്ക്കുന്ന വരയിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ളിടത്താണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം എന്താണ്, ഈ പിവറ്റ് ലൈനുകൾ എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല. പിവറ്റ് ലൈൻസും CPR ഒക്കെ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്ന, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന, കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ലെവൽസ് ആണ് ഈ പിവറ്റ് ലൈനുകൾ. അതുകൊണ്ടാണ് ഈ പിവറ്റ് ലൈനുകളിൽ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബയേഴ്സും സെല്ലേഴ്സും ഈ പിവറ്റ് ലൈനുകളിലെല്ലാം ആക്റ്റീവ് ആയതുകൊണ്ടാണ് കൃത്യമായിട്ട് അവിടെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPR എനിക്ക് തോന്നുന്നു 23,135 30 പോയിന്റിന്റെ 50 പോയിന്റിന്റെ CPR ആണ്. 35 തൊട്ട് 88 വരെ 50 പോയിന്റിന്റെ CPR ആണ്. നാരോ CPR എന്ന് തന്നെ പറയും. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് CPRന് മുകളിൽ ഓപ്പണിംഗ് കിട്ടണം. CPRന്റെ മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ അതേ ട്രെൻഡ് തന്നെയാണ്. CPRന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മുകളിലോട്ട് കയറും. ഈ CPRന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, CPRന് താഴെ ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് നമുക്കൊരു പ്രൈസ് ആക്ഷൻ, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ഫസ്റ്റ് വരികയും ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെങ്കിൽ മാത്രം പുട്ട് സൈഡിലോട്ട് നോക്കുക. അല്ല, മുകളിലാണ് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് റീടെസ്റ്റിന് CPRലോട്ട് വരുമ്പോഴത്തേക്കും മുകളിലോട്ട് എൻട്രി നോക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് ബൈ ചെയ്യുന്നവർക്ക് CPRന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി എടുക്കുന്നവർക്ക് CPRന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റ് എവിടെ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിംഗ് വരുന്നത് നോക്കിയിട്ട് വേണം എൻട്രിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടാർഗറ്റ് മുകളിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,242, 23,286. നെക്സ്റ്റ് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,388, 23,369. ഇതെല്ലാം ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ റീടെസ്റ്റിന് വരുമ്പോൾ മാത്രമേ എൻട്രി എടുക്കാം. ഫസ്റ്റ് ഇപ്പം ഇവിടെ നിന്ന് വലിയൊരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചാടിക്കയറി എടുക്കൽ, തിരിച്ച് ബ്രേക്ക് ഔട്ടിന് വരുമ്പോഴത്തേക്കും സപ്പോർട്ടിൽ വരുമ്പോഴത്തേക്കും റീടെസ്റ്റിന് വരുമ്പോഴത്തേക്കും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. താഴോട്ട് ഒരു ലെവലുണ്ട് 23,012, 23, 26. 23,000 സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. സപ്പോസ് ഇന്ന് 23-ന് താഴെ ഒരു ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ബെയറിഷിലോട്ട് പോകും. പിന്നെ പിടിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് 23-ൽ ബയേഴ്സും സെല്ലേഴ്സും നിൽക്കുന്നത്. ആരെങ്കിലും അവിടെ നിന്ന് വിട്ടുകൊടുത്താൽ ആ ഭാഗത്തോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിലോട്ട് പോവാം. നിഫ്റ്റിയുടെ ഇൻഡെക്സിനകത്തും ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞു, മാർക്കറ്റ് മുകളിലാണ് ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ട് താഴോട്ട് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറഞ്ഞു. താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറഞ്ഞു. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിലോട്ട് ഫസ്റ്റ് പോയി, ഇവിടെ ഓപ്പൺ ചെയ്ത് താഴെ വന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് എത്തി. ഇവിടെ എത്തിയപ്പോഴും ഞാൻ ഇവിടെ നിന്ന് വരച്ചു വെച്ചു. മാർക്കറ്റ് മുകളിലാണ് പോകുന്നതെങ്കിൽ തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും റീടെസ്റ്റിൽ എൻട്രി എടുക്കാം. അല്ല, താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് റീടെസ്റ്റിൽ താഴോട്ട് എൻട്രി എടുക്കാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി കൃത്യമായിട്ട് ഈ ഒരു ലൈൻ തന്നെ നമ്മൾ വരച്ച ഈ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റന്റ് ആയിട്ട് താഴോട്ട് വന്നു. ഈ താഴോട്ട് വരുമ്പോഴും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ വ്യൂ ഇതായിരുന്നു, ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5 മിനിറ്റിന് ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അതിൻ്റെ താഴോട്ട് വന്നത്. ഇവിടെ നിന്ന് റീടെസ്റ്റ് വന്ന സമയത്ത് റീടെസ്റ്റിന് ഇവിടെ നിന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി ഉണ്ട്. കാരണം നമുക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അങ്ങനെയാണ്. ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റീടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും അത് റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ഇന്നലത്തെ കാര്യങ്ങൾ. ഇന്നും CPR 2358 ഇന്നൊരു വൈഡ് CPR ആണ്. എന്നാലും മാർക്കറ്റ് ട്രെൻഡിങ് ആയിരിക്കും മിക്കവാറും.
ഇതിൽ ഏകദേശം ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 23,019, 31,031 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പോസ്റ്റ് മാർക്കറ്റ് 31 ക്ലോസിംഗ്. CPR വരുന്നത് 23,114. ഒരു 100 പോയിന്റിന് മുകളിൽ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടണം. 100 പോയിന്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ മാത്രമേ CPR മുകളിൽ ഓപ്പണിംഗ് വരത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPR താഴോട്ട് സപ്പോർട്ട് കിട്ടും, തിരിച്ച് മുകളിലോട്ട് എൻട്രി. 23 റിസ്ക് ആണ്. 23,85 എത്തുമ്പോഴത്തേക്കും മാക്സിമം താഴെ നിന്ന് ബൈ ചെയ്യാൻ നോക്കുക. CPR താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഫസ്റ്റ് ടാർഗറ്റ് 23,164, 23,180. രണ്ടാമത്തെ ടാർഗറ്റ് 23,280, 23,300. താഴോട്ടൊരു ലെവലൂടെ ഉണ്ട്, 22,937, 22,964. ഞാൻ നേരത്തെ 23,000 സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കുമെന്ന് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലാണ് പറഞ്ഞത്, എനിക്ക് മാറിപ്പോയതാണ്. 23 നമ്മുടെ ഇൻഡെക്സിലാണ് മാർക്ക് ചെയ്യേണ്ട. നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് ചാർട്ടിനകത്തല്ല നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മെയിൻ ആയിട്ട്. കാരണം എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ഓരോ മാസം കഴിയുന്നതോറും അതിന്റെ എക്സ്പയറി ഡേറ്റ് വന്നിട്ട് അത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കേണ്ട ഇൻഡെക്സിലാണ്. അപ്പോൾ 23 എന്ന് പറയുന്ന ഫിഗർ ഇൻഡെക്സിൽ മാത്രമേ നോക്കാവൂ. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് തരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.